വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് ഈദ് വിഷസ് അറിയിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈദിന് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല 3 കിഡ്ലൻ ഡ്രിങ്ക്സിൻ്റെ റെസിപ്പീസാണ് കാണിക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തേത് മാംഗോ മസ്താനി, ഈ ആളാണ് സംഭവം. ഇനി രണ്ടാമത്തേത് നമ്മുടെ കണ്ണൂരുകാരുടെ സ്വന്തം കോക്ടെയിൽ, കണ്ണൂർ കോക്ടെയിൽ. പിന്നെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു അറബിക് ഹോട്ട് ഡ്രിങ്കാണ് സഹ്ലബ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ 3 ഡ്രിങ്ക്സും എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് മാംഗോ മസ്താനി എങ്ങനെയാണ് റെഡിയാക്കിയെടുക്കുന്നത് നോക്കാം. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. ഇവിടെ ഞാനൊരു മിക്സി ജാറിലേക്ക് 1 കപ്പ് മാംഗോസ് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 കപ്പ് നല്ല തണുത്ത പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് തിരിച്ചു വരാം. ഇതിന് ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. അതിനുശേഷം നമുക്ക് 1 സ്കൂപ്പ് വാനില ഐസ്ക്രീം ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് മാംഗോസ് ചോപ്പ് ചെയ്തതും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും ഇട്ടിട്ട് കുറച്ച് സ്ട്രോബെറി സിറപ്പ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടായിരുന്നു, അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഒരു ചെറീസ് കൂടി വെച്ച് കഴിഞ്ഞാൽ സംഭവം റെഡി. വളരെ ടേസ്റ്റിയാണ്, ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇനി രണ്ടാമത്തെ ഡ്രിങ്ക് നമ്മുടെ കണ്ണൂരുകാരുടെ ഫ്രൂട്ട് കോക്ടെയിലാണ്. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, എന്നാലും ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ഒരു മിക്സി ജാറിലേക്ക് 1/2 കപ്പ് നന്നായി പഴുത്ത പപ്പായയും പിന്നെ 1/2 കപ്പ് നന്നായിട്ട് പുഴുങ്ങിയെടുത്ത ക്യാരറ്റും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തണുത്ത പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടത്, നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ടിടുക. പിന്നെ 1 സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടി ആഡ് ചെയ്തിട്ട് ഇതിനെ ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പൊമഗ്രാനേറ്റ് സീഡ്സും പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ഇതിനെ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാണ്. ഇത് അടിച്ച് ഒരുപാട് നേരം വെക്കരുത്, പെട്ടെന്ന് കുടിക്കുന്നതാണ് നല്ലത്. ഇനി ഇതിൻ്റെ മേലേക്ക് 1 സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇതിനെ ഡെക്കറേറ്റ് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ 3rd ഡ്രിങ്കിലേക്ക് കടക്കാം. അതാണ് ഒരു അറബിക് ഹോട്ട് ഡ്രിങ്ക് ആണ് കേട്ടോ, സഹ്ലബ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്തിട്ട് അതിലേക്ക് ഒരു 3 ടീസ്പൂൺ പാലും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കോൺഫ്ലവറിൻ്റെ മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനെ നമുക്കൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. അതിന് മുമ്പായിട്ട് പഞ്ചസാര ആഡ് ചെയ്യണം കേട്ടോ, മറന്നുപോയി. ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം, മധുരം പോലെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പം നല്ല ഒരു ചെറുതായിട്ടൊരു തിക്കായിട്ടുള്ളൊരു മിൽക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ റോസ് വാട്ടറില്ലേ, പനിനീര്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട്സും പിസ്താഷ്യോസും എടുത്തിട്ടുണ്ട്. അതിനൊന്ന് ചോപ്പ് എടുത്തിട്ട് നമുക്ക് ഡ്രിങ്ക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ഡ്രിങ്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മേലിൽ ഈ പൊടിച്ച് വെച്ച നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് റോസ് ലീവ്സും കൂടി വെച്ചിട്ട് ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. എല്ലാവരും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും ഇഷ്ടമാവും. അപ്പം എല്ലാവർക്കും ഈ 3 റെസിപ്പീസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ദിസ് ഈസ് മീ നിഷി, സൈനിങ് ഓഫ്. ടേക്ക് കെയർ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് ആശംസകൾ.